ലഹരി ഉപയോഗിക്കില്ല എന്ന സത്യവാങ്മൂലം സിനിമാ പ്രവർത്തകരിൽ നിന്ന് എഴുതി വാങ്ങാൻ നിർമ്മാതാക്കളുടെ സംഘടന. സിനിമാ ചിത്രീകരണ സമയത്തോ അതുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിലോ ലഹരി ഉപയോഗിക്കില്ല എന്നാണ് എഴുതി നൽകേണ്ടത്. വേതന കരാറിനൊപ്പം ഈ സത്യവാങ്മൂലം കൂടി നിർബന്ധമാക്കിയേക്കും. ഷഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷഹിൻ, ഒരു വിധത്തിലുള്ള ലഹരി ഉപയോഗവും സിനിമാ സെറ്റുകളിൽ നടത്തില്ല അല്ലെങ്കിൽ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഫെഫ്കെ ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകളുടെ തീരുമാനം. ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന ഈ സത്യവാങ്മൂലത്തിന്റെ മോഡൽ പുറത്തുവിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ബില്ല് അങ്ങനെ തന്നെയാണ്. അതായത് നിർമ്മാതാക്കളുടെ സംഘടന ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വരുന്ന ജൂൺ 26-ാം തീയതി മുതൽ, അന്ന് ലഹരി വിരുദ്ധ ദിനമാണ്, ആ ദിവസം മുതൽ തന്നെ സിനിമാ പ്രവർത്തകർക്കിടയിൽ, അതായത് ഒരു സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്തോ അതുമായി താമസിക്കുന്ന സമയങ്ങളിലോ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ സിനിമയുമായി സഹകരിക്കാൻ കഴിയുകയുള്ളൂ. അത് ഈ വേതന കരാർ തയ്യാറാക്കുമ്പോൾ ഈ സത്യവാങ്മൂലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വേതന കരാർ തയ്യാറാക്കുക. ഒരു സിനിമയുമായി നിൽക്കുന്ന നടീനടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അണിയറ പ്രവർത്തകർ എല്ലാവരും തന്നെ സത്യവാങ്മൂലം എഴുതി തയ്യാറാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ സിനിമയുമായി സഹകരിക്കാൻ കഴിയുകയുള്ളൂ. നിർമ്മാതാക്കളുടെ സംഘടനയാണ് ഇത് സംബന്ധിച്ച് കർശനമായ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ബിനിൽ, ഓക്കെ, കർശനമായ തീരുമാനത്തിലേക്ക് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോവുകയാണ്. ലഹരി ഉപയോഗിക്കില്ല എന്ന് സത്യവാങ്മൂലത്തിൽ എഴുതി നൽകിയാൽ മാത്രമേ ഇനിയിപ്പോൾ സിനിമയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം നടക്കുകയുള്ളൂ. സിനിമാ പ്രവർത്തകർക്ക് ആകെ ഈ സത്യവാങ്മൂലം നൽകും. സിനിമയിലെ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇത്. ഷഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.